ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് എപ്പിസോഡുകളുടെ എല്ലാം കിഴിക്കത്തിന്റെ കീഴിലേക്ക് പോവാം. സ്പീഡ് അല്പം ഒന്ന് കൂട്ടാം. സ്പീഡോ? ഗിയർ മാറ്റി. ഓക്കെ, ഗിയർ മാറ്റി എടുത്തോ. ഫാസ്റ്റ് വൺ. ഓക്കെ, മഴ ഞെരിപ്പിൽ വരണം കേട്ടോ സാധനം. ഓക്കെ, മഴ തകർത്ത് പെയ്യാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇത്ര സ്പീഡ് കേട്ടോ. ഫസ്റ്റ് വൺ, ജൂനിയർ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഉയരെ സിനിമയുടെ ഡയറക്ടർ ചെയ്യുന്ന സിനിമയാണ് മനു അശോകൻ. യെസ്, ഓക്കെ, ഇതാണ് ടൈറ്റിൽ. എങ്ങനെയുണ്ട്? ആരെല്ലാം അഭിനയിക്കുന്ന ആരാന്ന് പറഞ്ഞൂടാ. ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ് എന്നറിയാം. വേറെ എന്താണെന്നുള്ളത് അടുത്തത് പാബ്ലോ പാർട്ടി അനൗൺസ്മെന്റ് പോസ്റ്റർ വന്നിട്ടുണ്ട്. ആരതി ഗായത്രി ദേവിയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. അഭിലാഷ് പിള്ളയുടെ ഫസ്റ്റ് പ്രൊഡക്ഷനിൽ വരുന്ന സിനിമ കേട്ടോ. ആളുടെ കൂടെ വേറെ 2-3 പേരുണ്ട്, പക്ഷെ ആള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് സിനിമ. ഇതിലെ ഒരുപാട് താരങ്ങളുണ്ട്. അതായത് ഉർവശി ചേച്ചി, മുകേഷ് ഏട്ടൻ, ഇനിയിപ്പോ അങ്ങനെ പറയുന്നത് സിദ്ദിഖിക്ക, സൈജു കുറുപ്പ് ചേട്ടൻ, ഷൈൻഡോം ചാക്കോ ചേട്ടൻ, പിന്നെ ബാലു വർഗീസ് അണ്ണൻ ചേട്ടനാണോ ഒരുമിച്ചുള്ളതാണ് പറഞ്ഞത്, അനുശ്രീ ചേച്ചി, അപർണ ചേച്ചി, തേജലക്ഷ്മി ചേച്ചിയോ എന്ന് ചോദിക്കൂ. തേജലക്ഷ്മി ആരാ? ബോബി കുര്യൻ, റോണി ഡേവിഡ് രാജ് ചേട്ടൻ, ഗോവിന്ദ് പത്മസൂര്യ ചേട്ടൻ, അന്നാരാജൻ ചേച്ചി, മീനാക്ഷി രവീന്ദ്രൻ നമ്മുടെ വാഴയിലെ അല്ലേ തോന്നുന്നു. ഓക്കെ, എന്തായാലും പാബ്ലോ പാർട്ടി നല്ലൊരു പേരാണ്, വെറൈറ്റി പേരാണ്. പിന്നെ വെറോണിക്ക ഡ്രൈവിംഗ് സ്കൂളാണ് ഇവർ യാത്ര ചെയ്യുന്ന. വെറോണിക്ക ഉർവശി. അതെ, അതായത് ആൾ നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളിലെ ടീമുകൾ ഇവർ ഒരുമിച്ച് ഒരു ട്രിപ്പ് പോകുന്നതാണ്. അതും ഈ ഡ്രൈവിംഗ് സ്കൂളിലെ എല്ലൊക്കെ വെച്ചിട്ടുള്ള വണ്ടിയില്ലേ, അത് വെച്ചിട്ട്. എന്താണെങ്കിലും ഇത്രയും പേരൊക്കെ ഒരു കാറിൽ പോവോ? ഒന്നായിരിക്കില്ല ചിലപ്പോൾ. മോളിരിക്കുന്ന സൂക്കേഴ്സിൽ ഓരോരുത്തരുണ്ടോ? ഒന്ന് പെട്ടിയിലാക്കിയോ? ഇത് എത്ര പെട്ടെന്ന് അതിന്റെ ജോണർ വളരെ കോമഡി ആയിട്ട്, കോമഡിന്ന് ഒറ്റയടിക്ക് ഡാർക്ക് മോഡിലേക്ക് മാറി, ത്രില്ലറിലേക്ക് മാറി. അടുത്തത് പോരട്ടെ. കൊള്ളാം. ആട് 3. ആട് 3 സിനിമയുടെ ഒരു ന്യൂ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കാവ്യ ഫിലിംസും കൂടി ജോയിന്റ് ആയിട്ടുണ്ട്. അതെ, പ്രൊഡക്ഷനിൽ. ബിഗ് ബഡ്ജറ്റിലാണ് സിനിമ വരുന്നത്. പാട്ടൊരു മുതലാട്ടാ. ഇത് മഴ തിരിച്ചു പള്ളി അപ്പുറത്തെ തുടങ്ങുന്ന അരിക്കല് അഭിനയിക്കും ചെയ്യോ? അല്ല, വേണമെന്നുണ്ടാവില്ല. വിജയബാബു ഓൾറെഡി ഉണ്ടല്ലോ. ഒരു വലിയ ഹിസ്റ്ററി തന്നെ ആവട്ടെ, ചരിത്രമാവട്ടെ. ഈ സിനിമയ്ക്ക് എപ്പോഴും ഹിസ്റ്ററി തന്നെയാണ് ഈ സിനിമ. കാരണം അറിയാം, ആട് വന്നു, തിയേറ്ററിൽ ഫ്ലോപ്പായി, പുറത്ത് വന്നു, വൻ ഹിറ്റായി. അതായത് സോഷ്യൽ ഇതിൽ വന്നപ്പോ, ഇതിലാണ് OTT വന്നപ്പോ. അതിനുശേഷം ആട് 2 വരുന്നു, ഹിറ്റ് അടിച്ചു. ഇനി ആട് 3 അത് ഒരു വേറെ ലെവലിലാണ് വരാൻ പോകുന്നത്. അത് ബിഗ് ബഡ്ജറ്റിലാണ്. പിന്നെ ഇതിന് ജോണർ ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവും. ഞാൻ എടുത്തു. അപ്പൊ എനിക്ക് എടുക്കാനുള്ള ബജ്രംഗി ഭായ്ജാൻ, സൽമാൻ ഖാൻ നായകനായ സിനിമ. ഇന്നെന്തായാലും ഇത്ര അടുത്തടുത്ത് പോന്നോട്ടെ, 2 അടുപ്പിച്ചെടുക്കുന്നു. ഓക്കെ, സൽമാൻ ഖാൻ നായകനായ സിനിമ അല്ലേ അത്? ആമിർ ഖാൻ അതിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. ഈ സിനിമയിൽ ആദ്യ നായകനായിട്ട് ചെയ്യേണ്ടിയിരുന്നത് ആമിർ ഖാൻ ആണോ? അതായത് ആമിർ ഖാൻ വന്ന സിനിമയാണ്, ആമിർ ഖാനാണ് സൽമാൻ ഖാനെ സജസ്റ്റ് ചെയ്തെന്നുള്ളതാണ് ആമിർ ഖാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് അടിപൊളിയായിട്ടോ. ആമിർ ഖാൻ ചെയ്യാതിരുന്നത് കുറച്ച് ഇതൊക്കെ കൊണ്ടുവരുന്നത്, പക്ഷെ എന്താ പറയാ, ആ ഒരു വൈബ് ഉള്ളതുകൊണ്ട്. അതുമല്ല, ആള് ഓൾറെഡി മറ്റേ ദംഗല് ചെയ്തിട്ട് നിൽക്കാണ്, ഗുസ്തി. ഇതിനകത്ത് കുറച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്തല്ലേ അല്ലേ? ബജ്രംഗി ഭായ്ജാൻ അത് കഴിഞ്ഞിട്ട് വന്നതല്ലേ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. എന്താണെങ്കിലും ആള് അതിലും ഇതിലും ഗുസ്തിയാണ്, അതിലും ഗുസ്തിയാണ്.
എന്ത് നിനക്ക് സിനിമ മാറിയോ എന്നൊരു സംശയമുണ്ട്. സുൽത്താനെ കുറിച്ചാണ് നീ പറയുന്നത്? ഓ സോറി, സുൽത്താനിലാട്ടോ ഗുസ്തി. ശരിയാ, ബജ്രംഗി ഭായ് അല്ലേ? ബജ്രംഗി ഭായ്ജാനിലും ഉണ്ടല്ലോ. അതായത് ബജ്രംഗി ഭായ്ജാൻ ആ കുട്ടിയെ പാകിസ്ഥാനിൽ കൊണ്ടുപോയി. അതിന്റെ മുന്നേ കുറച്ച് ഭാഗം ഗുസ്തിയൊക്കെ അല്ലേ? ഉണ്ടോ? ആണേ, അതിന്റെ മുന്നേ കുറച്ച് ഭാഗം ഗുസ്തിയാണോ? അതായത് ആള് ഭയങ്കര മറ്റേ ബജ്രംഗി ഭക്തനാണ്. അത് തന്നെ, ആ സമയം അത് തന്നെയാണ്. അതും കുറച്ച് ഗുസ്തിയൊക്കെ ഉള്ള സാധനം തന്നെയാണ്. സുൽത്താൻ അതിന് മുന്നേ വന്നതല്ലേ? സുൽത്താൻ അതിന് ശേഷമാണോ മുന്നേ? എന്താണെങ്കിലും അതവിടെ കിടക്കട്ടെ. അടുത്തത് വാത്യാർ. വാണങ്ങൾ എന്ന് വിളിക്കരുത്, കമന്റ് ഇപ്പൊ വരും എന്നുള്ളത്. അത് വന്നോളൂ. ഞങ്ങൾക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാണ്, ഇതെല്ലാം കൂടി കിടക്കല്ലേ. എന്ത് ചെയ്യാനാ? വാത്യാർ സിനിമയുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. ജൂലൈയിൽ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു കേട്ടോ. സെപ്റ്റംബറിലേക്ക് റിലീസ് എത്തും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. നളൻ കുമാരസ്വാമിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. തെറ്റിയിട്ടില്ലല്ലോ, ഒന്നേ എക്സ്പോസ് ആയിട്ടുള്ളൂ. സിനിമ ഇനി പിടിച്ചോണം കേട്ടോ. പിടിച്ചോളാം. ഓക്കെ, അടുത്തത് മാർക്കോ. ഇത് പിടിച്ചാൽ കിട്ടും കേട്ടോ. മാർക്ക് കയ്യിൽ പോയി. മാർക്കോയിൽ ഒതുങ്ങും. മാർക്കോ 2ഉം 3ഉം ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്ലാനൊക്കെ കത്തിച്ച്. ഓക്കെ, എന്തായാലും മാർക്കോ ഇറങ്ങിയതിനെ കുറിച്ച് പറയാലോ. മാർക്കോ സിനിമ കൊറിയ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കും കേട്ടോ. കൊറിയൻ ഫിലിം ഫെസ്റ്റിവൽ. അതിന്റെ അനൗൺസ്മെന്റ് എത്തിയിട്ടുണ്ട്. വലിയ ഇതാണ് കേട്ടോ. അത് ചെറിയ ഫെസ്റ്റിവൽ, ഫിലിം ഫെസ്റ്റിവൽ ആണല്ലോ. അല്ല, അവിടെയൊക്കെ അത് കത്തുവേ. അടുത്തത് കണ്ണപ്പ. അടിപൊളി. ഇതിന്റെ പേര് ചിലപ്പോ മാറ്റി വിളിക്കും മലയാളികള്. കണ്ണപ്പ അത് തന്നെ, അതാക്കും. കാരണം അതായത് മോഹൻ ബാബു പറഞ്ഞിട്ടുള്ള സംഭവമാണ്. തുടരും സിനിമ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത 121 CR ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ 1 രൂപയും കൂടെ കൂടുതൽ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. കണ്ണപ്പ സിനിമ ആഗ്രഹിക്കാലോ, ഭയങ്കര ആഗ്രഹിക്കൂടെ? അത്യാഗ്രഹം പാടില്ലല്ലോ, ആഗ്രഹിച്ചോട്ടെ. അല്ല, ആള് എന്നോ ഈ പണ്ട് കാലത്ത് പറയുന്ന പഴമ ഡയലോഗ് ഉണ്ടല്ലോ, എന്തിനു പറയാ, പഴഞ്ചൊല്ലെന്ന് പറയാൻ ബനാന ടോക്സ്, അങ്ങനെയും പറയാം. അതായത് കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ. അതുകൊണ്ട് കുന്നിക്കുരു കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനാണ് ഈ കുന്നോളം ആഗ്രഹിക്കുന്നത്. 1 ലക്ഷം ഒക്കെ ആയിരിക്കും കളക്ഷൻ ഉദ്ദേശിച്ചത്. കൂടുതൽ 1 രൂപ ഈ 1 രൂപയാന്ന് എല്ലാരും പറയുമല്ലോ, ഈ വലിയ പൈസക്കാരൊക്കെ. 1 രൂപ കൊടുത്തുവിടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കോടി അല്ലെങ്കിൽ 1 ലക്ഷം എന്നൊക്കെയാണല്ലോ ഉദ്ദേശിക്കണത്. അങ്ങനെ ആയിരിക്കും ചിലപ്പം. ആ 1 രൂപ ആയിരിക്കും ഉദ്ദേശിച്ചത്. 1 കോടി നോക്കണ്ട, 1 കോടി വരും. അതെ, മേ ബി കിട്ടും ഒരു നല്ല കോടി. റിലീസ് ഒന്ന് ചെയ്തോട്ടെ, എന്താ കിട്ടുന്നതെന്നുള്ളത്. അടുത്തത് കാന്താര ചാപ്റ്റർ 1. ഒരു ചെറിയൊരു ആക്സിഡന്റ് കൂടി ഇവരുടെ ഷൂട്ടിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു ബോട്ട് ചെറുതായിട്ടൊന്ന് പാടിയിട്ടുണ്ട്. അതായത് 30 പേര് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഋഷഭ് ഷെട്ടി അടക്കം. ഇവർക്ക് ഇവരുടെ സെറ്റിൽ ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങളും മരണങ്ങളും ഒക്കെയാണ് കേട്ടോ. അത് മാത്രമല്ല, അത് ഭയങ്കരമായിട്ട് ഇവർ പ്രൊജക്ട് ചെയ്തിട്ട് അത് ഭയങ്കര ന്യൂസ് ആക്കുന്നുണ്ട്. അത് ഇവരുടെ മണ്ടത്തരം തന്നെയല്ലേ. അത് ലോകം അല്ല, മരിച്ചതൊക്കെ പറയണം, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം ഇങ്ങനെ ഒരു, അതായത് ഇങ്ങനത്തെ എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ സംഭവം എന്തൊക്കെ ഉണ്ട് നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. യൂസ് ചെയ്യുകയാണോ? സംഭവം ശരിയാണ്, ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്. ആ സമയത്ത് ഇപ്പോൾ സിനിമയിലാണെങ്കിലും പുറത്താണെങ്കിലും ആള് മരിക്കേണ്ട സമയത്ത് മരിക്കും. അത് സിനിമയിൽ ഇപ്പോൾ 2-3 പേരെ അടുപ്പിച്ച് മരിച്ചു എന്ന് പറയുന്നത്. 3 പേരായിട്ട് മരിച്ചിട്ടുണ്ട് ഇതിന്റെ ചാപ്റ്റർ 1 ഷൂട്ട് തുടങ്ങിയ സമയത്ത് മുതൽ ഇതുവരെ. മറ്റുള്ള അപകടങ്ങളൊക്കെ പല സിനിമകളിലും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ചില എന്തൊക്കെ സംഭവങ്ങൾ സംഭവിക്കാറുണ്ട്, അതൊന്നും ആരും അങ്ങനെ എടുത്ത് ഇതാക്കാറില്ല. ഈ ഒരു മരണവും ഇതെല്ലാം കൂടി ഇവര് ആ ഒരു സിനിമയ്ക്ക് ഒരു പ്രത്യേക ഒരു സാധനം കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം. അതായത് ഇത് ചെയ്ത് തീർക്കണമെങ്കിൽ ഒരുപാട് പേരുടെ ജീവൻ പൊലിക്കേണ്ടി വരുമെന്നുള്ള രീതിയിൽ ഒരു ഭീതി സൃഷ്ടിക്കുന്നുണ്ട്. സത്യം. പിന്നെ മാത്രമല്ല, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അന്ധവിശ്വാസികൾ ഭയങ്കരമായിട്ടുള്ള നാടാണ് ഇന്ത്യ പ്രത്യേകിച്ചിട്ടോ. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായും തിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് സംഭവിക്കും ജനങ്ങൾക്ക് എന്ന് കരുതി കഴിഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റുമോ? ഒന്നും പറഞ്ഞിട്ട് ഒരാളും ഉണ്ടാവില്ല തിയേറ്ററിൽ. അടുത്തത് കാന്താരയാണ്. ആരെങ്കിലും അതിനു മുൻപ് ഒരു കുപ്രചരണം നടത്തിയ ഒരാളും പോകില്ല. എന്തിനിപ്പോ പറയണേ, ഇപ്പൊ ലാസ്റ്റ് മറ്റേ സിനിമ ഇറങ്ങിയില്ല ഇംഗ്ലീഷ് പടം, എന്റെ പേരും പറഞ്ഞു, ഫൈനൽ ഡെസ്റ്റിനേഷൻ. അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് തിയേറ്ററിന്റെ മോളിൽ നിന്ന് മറ്റേ റൂഫ് പൊളിഞ്ഞു ചാടിയത്. അപ്പൊ അതൊക്കെ ചിന്തിച്ചിട്ടുണ്ട്.
ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇതൊക്കെ ചിന്തിക്കാം, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും അടുത്തത് കൂലി. കൂലി സിനിമയില് ആമിർ ഖാൻ കാമിയോ വരുന്നുണ്ട്. 8 മിനിറ്റ് ആയിരിക്കും കേട്ടോ അവരുടെ ഡ്യൂറേഷൻ. ഓക്കെ, പൊളിക്കാനുള്ള സാധനം ഉണ്ടാവും കേട്ടോ. അത് റോളക്സിനേക്കാളും കൂടുതൽ ആമിർ ഖാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതും ക്ലൈമാക്സിലാണ് വരുന്നതെന്ന്. അങ്ങനെ പറഞ്ഞു. അതും പറഞ്ഞു, ആമിർ ഖാൻ തന്നെ പുറത്ത് കിട്ടു. അതായത് ക്ലൈമാക്സിലാണ് ആള് വരുന്നത്. 8 മിനിറ്റ് ഇതുമുണ്ട്, ഡ്യൂറേഷനും ഉണ്ട്. ആള് പറഞ്ഞതിനകത്ത് പിന്നെ ഒരു ചെറിയ വ്യത്യാസം 10 മിനിറ്റോളം ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 മിനിറ്റ് അങ്ങ് കട്ട് ചെയ്തുകൂടെ? ഞാൻ അതിന്റെ അത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു, അയ്യോ മൂപ്പര് ഇത് പറഞ്ഞല്ലോ, ഈ ക്ലൈമാക്സിലാ വരുന്നെന്നുള്ളത് പറഞ്ഞല്ലോ. അതിപ്പം എല്ലാരും ഇപ്പം എന്താ ചെയ്യാ, റോളക്സിലോട്ട് പോകും. റോളക്സ് ഇതേപോലെ ആയിരുന്നു 5 മിനിറ്റ് ലാസ്റ്റ് ക്ലൈമാക്സിൽ 5 മിനിറ്റോളം വന്നത്. സൂപ്പർ ഹീറോ ആയിട്ടും വരുമോ ലാസ്റ്റിലേക്ക്? പറയാൻ പറ്റില്ല. ഇനി ആ സൂപ്പർ ഹീറോ ആയിരിക്കും അടുത്ത. പറയാൻ പറ്റില്ല, ലോകേഷ് ആയതുകൊണ്ട് ഒന്നും നമ്പാൻ മുടിയാതെ. അതെ. അടുത്തത് കുബേര. കുബേര സിനിമയുടെ ട്രailer ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും റിയാക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നല്ല ഒരു കിടുകിണ്ണം കോപ്പിറൈറ്റാണ് തന്നിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാൻ. ഞങ്ങളത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഞങ്ങളുടെ ഈ ഫയൽ എടുക്കും, അതിൽ താഴേക്ക് വെച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഔട്ട് ഇറക്കും, അപ്ലോഡ് ചെയ്യും. അപ്പോൾ അറിയാം ബ്ലോക്ക് ആണോ, പാർഷ്യലി ബ്ലോക്ക് ആണോ, അതോ നേരിട്ട് ഒരു അടിച്ചു പോക്കാണോ ഒക്കെ. പക്ഷേ ട്രെയിലർ അടിപൊളി സാധനമായിട്ടോ ഫീൽ ചെയ്ത്. സിനിമ ഒരു 1.5 മുതലാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞങ്ങളിത് കീഴിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് ഞങ്ങൾ അതിനായിട്ട് കണ്ടതാട്ടോ, അതുകൊണ്ടാണ് നല്ല ട്രെയിലറായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ റിയാക്ഷൻ അതെ സാരല്ല, അടുത്ത പിടിക്കാം. എന്തായാലും ജൂൺ 20-നാണ് സിനിമ റിലീസിനെത്തുന്നത്. ധനുഷും നാഗാർജുനയും പിന്നെ രശ്മിക മന്ദാനയും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ, കാത്തിരിക്കാം. ഓക്കെ, അടുത്തത് നോക്കാം. പനി മിക്കവാറും വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, കഴിഞ്ഞോ? വരുന്നില്ല, പനിയല്ല കേട്ടോ, ഇത്. അടുത്തത് DQ സൗബിൻ സാഹിർ മൂവി. സിനിമയുടെ 50% ദുബായിലായിരിക്കും കേട്ടോ സിനിമയുടെ ഷൂട്ട്. പിന്നെ ഷൂട്ട് തുടങ്ങുന്നതും ദുബായിൽ വെച്ചിട്ട് തന്നെയാണ്. ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഈ വർഷം അവസാനത്തോടു കൂടി നടക്കും. 2026 സിനിമയുടെ ഷൂട്ടും തുടങ്ങും. ഓക്കെ, ആദ്യം ഞങ്ങൾക്ക് വലിയൊരു സാധനം തീർക്കാണ്ട്, ഒരു 10 മാസത്തെ. അതല്ലേ സൗബിന്റെ ഏതാടാ? സൗബിൻ സാഹിർ, മോഹൻലാൽ, അമൽ. ഓ അത് ശരിയാ, അതും ഈ വർഷം അവസാനത്തോടെ തുടങ്ങുന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം. അത് തീർത്തിട്ടേ ഇതിലേക്കുള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതെ. അടുത്തത് MMMN. ലാലേട്ടൻ ശ്രീലങ്കയിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട്. അതായത് 5 ദിവസത്തെ ഷൂട്ട്. ഇതിൽ മമ്മൂക്ക ഇല്ല, ചാക്കോച്ചനും ഫഹദ് ഫാസിലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം തിരിച്ചു വരുന്ന ഷെഡ്യൂളിലേക്ക് ചിലപ്പോൾ നമുക്ക് എത്തിയേക്കാം അല്ലേ? മമ്മൂക്ക കുറച്ച് ലേറ്റ് ആവും. കൊച്ചിയിലുള്ളതിന് എത്തൂലേ? കുറച്ച് ലേറ്റ് ആവും. ഓക്കെ, നോക്കാം. അടുത്തത് ജനനായകൻ. പൂജ ഹെഗ്ഡെന്റെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആളൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ജൂൺ 22-നാണ് വിജയുടെ ബർത്ത്ഡേ. ഗ്ലിംസ് വരുമെന്ന് പറയുന്നത് ഇതിപ്പം ജൂൺ 21-ന് വരും എന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പം രാത്രി ആയിരിക്കാം, പാതിരാത്രി 12 മണിക്ക്. മഴയില്ലെങ്കിൽ ഞങ്ങൾ തകർക്കും. മഴ ഉണ്ടെങ്കിലാണ് പ്രശ്നം. ഇപ്പം മീൻ പിടിക്കാൻ പോകും. എന്താടാ മീൻ പിടിക്കുന്നതിന് കുഴപ്പമില്ല, കൈ കൊണ്ടേ പിടിക്കാൻ പാടുള്ളൂ. ചൂണ്ടിടാൻ പാടില്ല, വല വിടാൻ പാടില്ല, ഒന്നും കുത്താനോ പിടിക്കാനോ ഒന്നും പാടില്ല. കൈ കൊണ്ട് പിടിക്കാം, അതൊക്കെ കുഴപ്പമൊന്നുമില്ല. വലയും മറ്റുള്ളതൊക്കെ യൂസ് ചെയ്യുന്നതാ പ്രശ്നം. അടുത്തത് പള്ളിച്ചട്ടമ്പി. പള്ളിച്ചട്ടമ്പി സിനിമയുടെ ഷൂട്ട് മഴ കാരണം, ഹെവി റെയിൻ കാരണം നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും മഴയാ പ്രശ്നം. എല്ലായിടത്തും മഴ തന്നെ പ്രശ്നം. ഇവിടെ ഓക്കെ, എനിക്കും തരുന്നു. എന്തായാലും പള്ളിച്ചട്ടമ്പയുടെ ഷൂട്ട് വീണ്ടും തുടങ്ങാൻ പോവാണ്. ഈ ആഴ്ച വീണ്ടും തുടങ്ങുമെന്നുള്ളതാണ്. തൊടുപുഴയിൽ. ഓക്കേടാ. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ടൊവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. നല്ല ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. പക്ഷേ നിവിൻ പോളി അഖിൽ സത്യൻ മൂവി. സിനിമയുടെ ഈ ഷെഡ്യൂള് ജൂൺ 27 വരെ ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ചോറ്റാനിക്കര ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജൂൺ 27-ന് ഈ ഷെഡ്യൂൾ തീരുള്ളൂ. ഓക്കെ, ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം.
പനിയൊന്നും പിടിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതായിരിക്കും വിശേഷം. ബൈ.